ഹോം ഓർഗനൈസേഷൻ്റെ നെക്സ്റ്റ് ഒരു സെക്ഷനാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പല പല റെക്കോർഡ്സ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടി ഓരോരോ ഫയലിലാക്കി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ യൂസേജിന്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ട്രാൻസ്പെറൻറ്റ് കവേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഒരു 20 രൂപയൊക്കെ ഉള്ളൂ ആ ഓരോ കവറിന് വില. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാനും എളുപ്പമുണ്ട്. പ്ലസ് ഞാനൊരു ലേബലും കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ ഓരോ ഫയൽ ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാകും. പല പ്രാവശ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റോ എക്സ്റേസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള റെക്കോർഡുകൾ, പിന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ ഫയലിലാക്കി അവരുടെ പേര് എഴുതി ലേബൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് എളുപ്പമാകും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡൊക്കെ നമുക്ക് അവർ ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നാണല്ലോ. അവരുടെ ഒരു ഏജ് വരെ അതിൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണമെന്നുള്ള കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അതത് ടൈമിൽ അത് എടുക്കാനും പറ്റും, നമ്മൾ മറന്നും പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ ഓരോ ഫയലിലാക്കി അങ്ങ് വെക്കുകയാണ്. അവരുടെ പേര് എഴുതി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഹെൽത്ത് റെക്കോർഡ് മാത്രമല്ല, നമ്മുടെ LICയുടെ പേപ്പേഴ്സ്, ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ്, അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ ഫയലിലാക്കി അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഇൻഷുറൻസൊക്കെ നമുക്ക് ആവശ്യങ്ങൾ എപ്പോഴെപ്പോഴും വരുന്നില്ല, പക്ഷേ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളതങ്ങ് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഓരോ ഫയൽ അങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം അങ്ങ് സേഫായി. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ കബോർഡുകളൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. LICയുടെ നമ്മൾ ബില്ലുകളൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലോ, അതും അങ്ങനെ ഓരോ ഫയലാക്കി വെക്കുകയാണ്. പാസ്ബുക്ക്, അങ്ങനെ ഓരോന്നും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുടെ സ്കൂളിൽ അവരോരോ ആക്ടിവിറ്റീസിന് പങ്കെടുത്ത ശേഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ്, അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൽ പിന്നീട് നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ അതൊരു മെമ്മറീസാണ്. നമുക്ക് കുട്ടികൾ വലുതാകുമ്പോഴത്തേക്കും പിന്നീട് അവർക്കത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഓരോ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയും ഞാനിങ്ങനെ ഓരോ ഫയലിലാക്കി അങ്ങോട്ട് എടുത്ത് വയ്ക്കുകയാണ്. ക്ലാസ് ഫോട്ടോസ്, അങ്ങനെ ഓരോന്നും. എന്നിട്ട് ഞാനതിൽ എല്ലാത്തിലും കൃത്യമായിട്ടൊരു ലേബൽ ചെയ്യും. കാരണം അതല്ലെങ്കിൽ നമ്മളില്ലാത്ത ടൈമിലാണ് ഇത് ആരെങ്കിലും എടുക്കുന്നതെങ്കിൽ വെച്ചാൽ അവരിതെല്ലാം എവിടെയാണെന്നറിയാതെ എല്ലാം തുറന്നു നോക്കും. അപ്പോൾ പുറത്തൊരു ലേബൽ ഉണ്ടെങ്കിൽ അവർക്കും അത് എളുപ്പമായി. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ ഫയലിലാക്കിയാണ്. പിന്നെ അതുപോലെ നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ട് അങ്ങ് ലേബൽ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അവരവരുടെ ഫയൽ അവരവരങ്ങ് നോക്കി എടുത്തോളൂല്ലോ. ഇപ്പോൾ ദേ അടുത്തത് അമ്മൂൻ്റെയാണ്. ക്ലാസ് ഫോട്ടോസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അവരും കലോത്സവത്തിന് പങ്കെടുത്തപ്പോൾ കിട്ടിയ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണത്. കാരണം ഇതിപ്പോൾ നമ്മൾക്ക് അതിന് പിന്നീട് ആവശ്യം വരുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളത് വെക്കുകയാണെങ്കിൽ അതങ്ങ് സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഞാനങ്ങനെ ഓരോ ഫയലിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് വളരെ സന്തോഷവും തോന്നും. കാരണം കബോർഡ് വളരെ നീറ്റ് അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.